നമസ്കാരം. നിങ്ങളുടെ ലൈഫ് ഒന്ന് അടിമുടി മാറ്റിയാലോ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. കാരണം വെറും 21 ദിവസം, അതെ, വെറും 21 ദിവസം കൊണ്ട് പുതിയ നല്ല ശീലങ്ങളുണ്ടാക്കി നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വഴിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ നിങ്ങൾ റെഡിയാണോ? മനസ്സിൽ യെസ് എന്നാണെങ്കിൽ നമുക്ക് തുടങ്ങാം. 21. ഈ നമ്പർ ഇതൊന്ന് ഓർത്തുവെച്ചോളൂ. കാരണം ഇതാണ് നമ്മുടെ മാജിക് നമ്പർ. ഏതൊരു പുതിയ ശീലവും നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കാൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടത് വെറും 21 ദിവസമാണ്. അത്രയുള്ളൂ. അപ്പോ എന്താണ് ഈ 21 ഡേ ചലഞ്ച് എന്ന് ചിന്തിക്കുന്നുണ്ടാവല്ലേ? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ശീലം തുടങ്ങണോ എങ്കിൽ അത് ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. 21 ദിവസം മുടങ്ങാതെ അങ്ങ് ചെയ്യുക. ഇത് ശരിക്കും നമ്മുടെ തലച്ചോറിലൊരു പുതിയ പാത ഉണ്ടാക്കുന്നത് പോലെയാണ്. നമ്മളൊരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ആ പാത കൂടുതൽ തെളിഞ്ഞു വരും. പിന്നെ അതങ്ങ് ഓട്ടോമാറ്റിക്കാവും. അതാണ് ശീലം. ശരി, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ട്രാൻസ്ഫോർമേഷൻ ജേണി നമ്മൾ തുടങ്ങുന്നത് പകൽ വെളിച്ചത്തിലല്ല, രാത്രിയിലാണ്. എന്തുകൊണ്ടാണോ? കാരണം നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെ തീരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ അടുത്ത ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത്. രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തേത്, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് തന്നെ ഉറങ്ങാൻ പോവുക. ഒരു ബെഡ് ടൈം റുട്ടീൻ സെറ്റ് ചെയ്യുക. രണ്ടാമത്തേത്, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും ഈ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ അങ്ങ് മാറ്റിവെക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ഉറക്കത്തിനെ ശരിക്കും ബാധിക്കും. നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയാലേ പിറ്റേന്ന് ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കാൻ പറ്റൂ, അല്ലേ? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു മനുഷ്യനെ ഹെൽത്തിയും വെൽത്തിയും വയസ്സുമാക്കുന്നുവെന്ന്. അപ്പോൾ നല്ല ഉറക്കം സെറ്റാക്കി ഇനി അടുത്തത് ഒരു കിടിലൻ പ്രഭാതമാണ്. നമുക്ക് നമ്മുടെ പ്രഭാതങ്ങളെ എങ്ങനെ കീഴടക്കാമെന്ന് നോക്കാം, അല്ലേ? അടുത്തത് പ്രഭാതങ്ങളെ കീഴടക്കലാണ്. ഒരു ലക്ഷ്യത്തോടെ നല്ല പവറോടെ ദിവസം തുടങ്ങാൻ ഈ കാര്യങ്ങൾ നമ്മളെ സഹായിക്കും. രാവിലെ എഴുന്നേറ്റ ഉടനെ ഈ 3 സിമ്പിൾ കാര്യങ്ങളൊന്ന് ശീലമാക്കിയാലോ? ഒന്നാമത്തത്, ഒരു ഫിക്സഡ് ടൈമിൽ എഴുന്നേൽക്കുക. പിന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ ബെഡ് ഒന്ന് വൃത്തിയാക്കിയിടുക. ഇത് കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ആലോചിച്ച് നോക്കൂ, ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സന്തോഷത്തോടെയാണ്. ഇതൊരു ചെറിയ വിജയമാണ്. ഇനി മൂന്നാമത്തെ കാര്യം, പോസിറ്റീവ് അഫർമേഷൻസ്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നിങ്ങളോട് തന്നെ പറയുക, ഇന്ന് എന്റെ ദിവസമാണ്, എനിക്കെന്തും ചെയ്യാൻ പറ്റും എന്നൊക്കെ. ഇത് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. രാവിലത്തെ റുട്ടീനിലേക്ക് കുറച്ചുകൂടി പവർ ആഡ് ചെയ്യണോ എങ്കിൽ ഈ 3 കാര്യങ്ങൾ കൂടി ട്രൈ ചെയ്യാം. ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ, അതായത് ധ്യാനം, പിന്നെ കുറച്ച് സിമ്പിൾ എക്സസൈസ്. അതോടൊപ്പം നിങ്ങളെ ഇൻസ്പയർ ചെയ്യുന്ന എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുന്നത് ശീലമാക്കാം. ഇത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉണർവ് തരും. അപ്പം നമ്മുടെ മോർണിംഗ് സെറ്റായി. ഇനി ദിവസം മുഴുവൻ എങ്ങനെ പ്രൊഡക്റ്റീവായിട്ടിരിക്കാം? അതിന് നമ്മുടെ സമയവും ജോലികളും നല്ലപോലെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ഇവിടെയാണ് ടു ഡു ലിസ്റ്റിന്റെ റോൾ വരുന്നത്. നമ്മൾ 2 ടൈപ്പ് ലിസ്റ്റ് ഉണ്ടാക്കണം. ആദ്യത്തേതിൽ അന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെറുതെ എഴുതിയിടുക. രണ്ടാമത്തെ ലിസ്റ്റിൽ ഈ ഓരോ ജോലിക്കും ഒരു പ്രത്യേക സമയം കൊടുക്കുക. ഉദാഹരണത്തിന്, ഇമെയിൽ ചെക്ക് ചെയ്യണം എന്നതിന് പകരം രാവിലെ 10 മണി മുതൽ 10:15 വരെ ഇമെയിൽ ചെക്ക് ചെയ്യും എന്നെഴുതുക. ഇങ്ങനെ സമയം കൊടുക്കുമ്പോൾ ആ കാര്യം നമ്മൾ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതെല്ലാം എന്തിനാണ് ചെയ്യുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഒരു കപ്പലിന് ദിശ അറിയാൻ ഒരു ലൈറ്റ് ഹൗസ് വേണ്ടേ? അതുപോലെ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ ഒരു ലക്ഷ്യം വേണം. ഈ 21 ദിവസം കൊണ്ട് നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? ആ ഗോൾ എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ടൊന്ന് എഴുതി വെക്കുക. ശരി, അപ്പം മാറ്റത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കമ്മിറ്റ്മെന്റ്, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി നമുക്കൊന്ന് ഒരുമിച്ച് നോക്കാം. ഇതാണ് നിങ്ങളുടെ 10 പോയിന്റ് ബ്ലൂ പ്രിന്റ്. ഓർത്തു വെച്ചോളൂ. ഉറങ്ങാനൊരു കൃത്യസമയം, ഉറങ്ങുന്നതിന് മുമ്പേ ഗാഡ്ജറ്റുകളോട് ബൈ ബൈ പറയുക, 2 തരം ടു ഡു ലിസ്റ്റുകൾ ഉണ്ടാക്കുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, എഴുന്നേറ്റാലുടൻ ബെഡ് വൃത്തിയാക്കുക, പോസിറ്റീവ് അഫോർമേഷൻസ്, മെഡിറ്റേഷൻ, വ്യായാമം, പുസ്തക വായന, പിന്നെ എല്ലാത്തിനും മുകളിൽ ഒരു വ്യക്തമായ ലക്ഷ്യം. ഈ 10 കാര്യങ്ങൾ, ഇതാണ് നമ്മുടെ പ്ലാൻ. എല്ലാ ദിവസവും, എന്തിനേറെ എല്ലാ നിമിഷവും നിങ്ങളുടെ മനസ്സിൽ പറയേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ: എനിക്കിത് ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ വിശ്വാസം, അത് നിങ്ങളിലുണ്ടാക്കുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും. അപ്പോൾ ഇനിയെന്തിനു കാത്തിരിക്കണം? നിങ്ങളുടെ 21 ദിവസത്തെ ചലഞ്ച് തുടങ്ങുന്നത് നാളെയല്ല, ഇപ്പോഴാണ്, ഇന്ന് മുതലാണ്. 1-ാം ദിവസം നിങ്ങളിതിൽ ഏത് കാര്യമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? തീരുമാനം നിങ്ങളുടേതാണ്. നമുക്കൊരുമിച്ച് തുടങ്ങാം.